കാലവർഷക്കെടുതി കണക്കിലെടുത്ത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലായിരുന്നു അടിയന്തര യോഗം ചേർന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കാലവർഷക്കെടുതി നേരിടാൻ പഞ്ചായത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അറിയിച്ചു. വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായാൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധം പ്രദേശത്തെ സർക്കാർ സ്കൂളുകളിൽ ക്യാമ്പുകൾ തുറക്കും. വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണം, ആളുകളുടെ ആരോഗ്യ സംരക്ഷണം, മഴക്കാല രോഗങ്ങളുടെ നിയന്ത്രണം എന്നിവയ്ക്കാവശ്യമായ നടപടികളും സ്വീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ക്യാമ്പുകളുടെ സുഗമമായ നടത്തിപ്പിന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികളാണ് രൂപീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്ത്, റവന്യൂ, പോലീസ്, ആരോഗ്യം എന്നീ വകുപ്പുകളുടെ ഏകോപനത്തോടെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും ജനങ്ങളെ സുരക്ഷിതരാക്കാനും ആവശ്യമായ മുൻകരുതലുകളും സ്വീകരിച്ചതായും പ്രസിഡന്റ് യോഗത്തിൽ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്രിസ്റ്റീന, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി AV മുംതാസ്, ചേർപ്പ് SI മൗഷമി, വില്ലേജ് ഓഫീസർമാരായ സ്മിത, ശ്രീവിദ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപക് എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. നമ്മുടെ പ്രകൃതിയുടെ പ്രതികൂല സാഹചര്യമായതിനാൽ, മഴ തീവ്രമായതിനാലും ചേർപ്പ് പഞ്ചായത്ത് വളരെ സജ്ജമാണ്. ക്യാമ്പുകൾ തുറക്കാനും അതേമാതിരി തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളിവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം പ്രദേശങ്ങളിൽ വന്നാൽ അവരെ കയറി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. എന്താവശ്യം വന്നാലും ഏത് സമയത്തും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ചേർപ്പ് പഞ്ചായത്തിൽ നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഏത് സമയത്തും വിളിക്കാവുന്ന നമ്പർ പ്രസിഡന്റ് ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും മെമ്പർമാരായാലും ഒക്കെ വിളിക്കാം. ഏത് സമയത്തും 24 മണിക്കൂറും സജ്ജമായുള്ള ടീം ചേർപ്പ് പഞ്ചായത്തിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്.